മാഷെ ജനുവരി 20 അന്നാണ് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കുന്നത്. ആ ദിവസം തന്നെ ഇറാനെതിരെ വലിയൊരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ചില വിവരങ്ങൾ വരുന്നത്. അതായത് ഇറാനെ തീർത്തേക്ക് ഞാൻ കൂടെയുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക കൂടെയുണ്ട് എന്നൊരു വാക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിന് അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന അല്ലെങ്കിൽ ആ പദവിയിലേക്ക് വരുന്ന ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ. സത്യത്തിൽ 20-ാം തീയതി ഇറാന് നിർണായകമാണോ? അല്ല, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ട്രംപിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബാലൻസ്ഡ് പൊളിറ്റിക്സ് അല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധികാരത്തിലേക്ക് രണ്ടാമത് വീണ്ടും വരുന്നതിൻ്റെ തന്നെ കാരണം എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് അദ്ദേഹം കളിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. അമേരിക്കൻ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനെ എപ്പോഴും ശക്തമായിട്ട് സഹായിച്ചിട്ടുള്ളതും നിലനിർത്തിയിട്ടുള്ളതും ജൂത വംശീയർ തന്നെയാണ്. അപ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്ന ആ രാഷ്ട്രത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളും മിക്കവാറും തന്നെ അമേരിക്കയിലിരുന്നുകൊണ്ട് അമേരിക്കയിലെ ജൂതന്മാരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അമേരിക്കൻ ജൂത സമൂഹമാണ് അമേരിക്കയുടെ തന്നെ നിലനിൽപ്പിൻ്റെ അടിത്തറയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുമായിട്ടുള്ള ഒരു സൗഹൃദം, അവരുമായിട്ടുള്ള സഹകരണം, അവരുടെ സഹായം, അവരുടെ ഒപ്പം നിൽക്കൽ എന്ന് പറയുന്നത് ട്രംപ് എന്ന് പറയുന്ന ഈ അമേരിക്കൻ ഐഡൻറ്റിറ്റി കളിക്കുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒരാവശ്യമാണ്. തീവ്രവാദ രീതിയിൽ തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, രാഷ്ട്രീയത്തെ കാണുന്നത്. തീവ്രവാദം എന്ന് പറഞ്ഞതിനിടയിൽ തീവ്ര നിലപാട് എന്നുള്ളതാണ്. അപ്പോൾ തീവ്ര നിലപാടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരുപാട് ഇന്ത്യക്കാർക്ക് ചിലപ്പോൾ 20-ാം തീയതി ശേഷം തിരിച്ചു വരേണ്ടി വരും എന്ന് പറയുന്നതായിട്ടുള്ള വാർത്തയും ശക്തിപ്പെട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അതിലൊന്നും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന നിലപാട് ട്രംപ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 20-ാം തീയതി ഇസ്രായേൽ ഇറാനെ ആക്രമിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം ലിബിയയിൽ എന്താ സംഭവിച്ചത്, വെറുതെ താർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്യുന്നത്. ആരും അറിയുന്നു പോലുമില്ല എന്നുള്ളതാണ്. ആർക്കും താല്പര്യമില്ല. ആരെങ്കിലും ഇവരെ കൊന്നോട്ടെ, ആരെങ്കിലും ഈ രാജ്യങ്ങളെ നശിപ്പിച്ചോട്ടെ, ആർക്കും പ്രശ്നമില്ല എന്ന നിലയ്ക്ക് ഈ അന്താരാഷ്ട്ര സമൂഹം മാറിയിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല നമ്മളുടെ ലോകം. ഒരു പ്രദേശത്ത് ഒരു ചെറിയ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ എല്ലാ രാഷ്ട്രങ്ങളും, പ്രമുഖമായിട്ടുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഇടപെടുകയും സംസാരിക്കുകയും അത് വേണ്ട അല്ലെങ്കിൽ അത് നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നിയന്ത്രണവും സംരക്ഷണവും ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ആ നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പലയിടങ്ങളിൽ നിന്നിരുന്നായിട്ടുള്ള ആക്രമണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ മാത്രമായിരിക്കില്ല എനിക്ക് തോന്നുന്നു ട്രംപ് റഷ്യയുടെ കൂടി ഉക്രൈനെ തന്നെ ചിലപ്പോൾ ഇല്ലാതാക്കി കളയും എന്ന് പറയുന്ന വാർത്തയും വരുന്നുണ്ട് എന്നുള്ളതാണ്. ട്രംപിൻ്റെ താല്പര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. അതിന് സഹായകരമായിട്ടുള്ള നിലപാട് പുടിൻ്റെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ പുടിൻ്റെ തോളത്ത് അദ്ദേഹം കൈയിടും. അത് തന്നെയാണ് ഇസ്രായേലിൻ്റെ കാര്യത്തിലും. ഇസ്രായേൽ എന്താണ് ആഗ്രഹിക്കുന്നത് അത് അമേരിക്ക ഗുണകരമായി തീരും എന്ന് കണ്ടാൽ ഇറാനെ തീർക്കാനായിട്ട് ട്രംപ് പറയും ഇല്ലെന്ന് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. പക്ഷേ 20-ാം തീയതി സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതിലൊക്കെ ഇത് കൂടാതെ നമ്മൾ കാണുന്ന വിഷയങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള അന്താരാഷ്ട്ര മൂല്യങ്ങളും അന്താരാഷ്ട്ര സ്ട്രാറ്റജികൾ, തന്ത്രങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ചിലപ്പോൾ സംഭവിച്ചില്ലെങ്കിലും പിന്നീട് എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. എന്തായാലും ഇറാനെതിരെ ഒരു നിലപാടെടുക്കാനായിട്ട് ട്രംപ് തീർച്ചയായിട്ടും തയ്യാറാവും എന്ന് നമുക്ക് കരുതാം. പക്ഷേ അത് ഇസ്രായേലിനെ കൊണ്ട് 20-ാം തീയതി തന്നെ ഇറാനെതിരെ ആക്രമണം നടത്തിക്കുന്ന രീതിയിലേക്ക് മാറും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഇല്ല, ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള കുറേ ഭൂമികൾ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നു. മാത്രമല്ല ഇറാൻ ജനതയോട് ഇസ്രായേൽ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്ന രീതിയിലേക്ക് ഞങ്ങൾ കാര്യങ്ങൾ എത്തിക്കും, പക്ഷെ അവിടുത്തെ മതഭരണത്തെ ഞങ്ങൾ ഇല്ലാതാക്കും, തീവ്രവാദികളെ ഇല്ലാതാക്കും. ഇപ്പോൾ ഹമാസിനെ തീർത്തു, പിന്നെ ഹിസ്ബുള്ളയെ തീർത്തു, ഹൂത്തികളെ ഓരോ ഭാഗത്തുനിന്ന് തീർത്തുകൊണ്ടിരിക്കുന്നു. സിറിയ ഉൾപ്പെടെ ഉള്ളത് പിടിച്ചെടുക്കാനായി ഗോലാൻ കുന്നുകൾ ഉൾപ്പെടെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈകളിലായി. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ ഇത്തരത്തിലൊരു നിലപാട് വയ്ക്കുമ്പോൾ അത് ഇറാൻ എന്ന രാജ്യത്തെ ഏത് തരത്തിലായിരിക്കും ബാധിക്കാൻ പോകുന്നത്? ഇറാനിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം ഒരു ആഭ്യന്തര കലാപത്തിനുള്ള എല്ലാ സാധ്യതകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആഭ്യന്തര കലാപത്തിന് ഉള്ള സാധ്യതകൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിലനിൽക്കുന്ന മതഭരണകൂടം, ആ മതഭരണകൂടത്തിൻ്റെ അവരുടെ ആജ്ഞകൾ അത് ലംഘിക്കണം എന്നുള്ള തരത്തിലേക്ക് ജനങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീകളവിടെ കലാപം ആരംഭിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം അവിടെ ഉയർന്നു വരുന്നത്. അങ്ങനെ പോരാട്ടങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് ഒരു ജനാധിപത്യ രാജ്യത്തിനെ ജനാധിപത്യ ക്രമത്തിലേക്ക് രാഷ്ട്രത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം എന്ന നിലക്ക്
അതിനെ മാറ്റാനായിട്ട് വിദേശ ശക്തികൾ ശ്രമിക്കുന്നത്. വിദേശ ശക്തികൾ അങ്ങനെ ശ്രമിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചില സമയത്ത് ഇല്ലെന്ന് പറയേണ്ടി വരും, ചില സമയത്ത് നല്ലതാണെന്ന് പറയേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇവിടെ ഈ സ്ത്രീകളെ ഇങ്ങനെ അടിച്ചമർത്തുന്നൊരു മതഭീകരത ആ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന നിലപാടേ നമുക്കെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ നിലപാട് നമ്മളെടുക്കുമ്പോൾ ഈ ഭരണകൂടത്തിനെതിരായിട്ട് ഇസ്രായേൽ ഒരു നിലപാടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അന്താരാഷ്ട്ര സമൂഹം അതിനെ ന്യായീകരിച്ചേക്കാം. അങ്ങനെയുള്ള സാധ്യതകൾ നിലവിലുണ്ട്. അപ്പോൾ ഇറാനകത്ത് ആഭ്യന്തര കലാപം ഉണ്ടെങ്കിൽ പുറത്തു നിന്ന് ശത്രുക്കൾ അവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വരികയും ചെയ്താൽ അത് ഇറാന് വലിയ തരത്തിൽ കുഴപ്പമുണ്ടാകും എന്നാണ് കരുതുന്നത്. കാരണം രണ്ട് പ്രദേശത്തേക്ക് എന്നുവെച്ചാൽ ഉള്ളിലേക്കും പുറത്തേക്കും ഒരേ സമയത്തൊക്കെ പ്രതിരോധം തീർക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ജനതയെ ഒറ്റക്കെട്ടായിട്ട് നിർത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അതിനാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് പുറത്തുനിന്ന് വരുന്നതായിട്ടുള്ള വിദേശ ശക്തിക്കെതിരെ തിരിച്ചാൽ മാത്രമാണ് ഇറാന് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒരു ആക്രമണം വരികയാണെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ട്രംപ് കൂടുതൽ ഇപ്പൊ സൈനികരെ അല്ലെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കാനായി കൂടുതൽ സൈനികരെയൊക്കെ വിട്ടുകൊടുക്കുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. ജോ ബൈഡനെ പോലെ അല്ല ട്രംപ്. ജോ ബൈഡൻ ഒരു കടുത്ത നിലപാടിലേക്ക് പോകാൻ കുറച്ച് സമയമെടുക്കും. നന്നായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ വ്യക്തമായി തീരുമാനങ്ങൾ എടുത്തത് രണ്ട് രാജ്യങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ തീർക്കാൻ ജോ ബൈഡൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉള്ള നിലപാടുകളും പലപ്പോഴും വിവാദങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഇതുപോലെ ഇറാനെ തീർത്തോ എന്നുള്ള ഒരു നിലപാട് ട്രംപ് എടുത്താൽ അത് ഒരുപാട് രാജ്യങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായി തീരില്ലേ? അല്ല, ഒരുപാട് രാജ്യങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ പോലും അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ അറീനയിൽ അത്തരത്തിലുള്ള ഒരു പ്രതിരോധ ശക്തിയൊന്നുമില്ല. അതാണ് പ്രശ്നം. ഇറാനെ ഇങ്ങനെ തീർത്തോ എന്ന് പറയും, ഇസ്രായേലിനെ അടിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ തീർന്നു പോകും. അതല്ലാണ്ട് ഇറാനെ പ്രതിരോധിക്കാനായിട്ട് അറബ് രാഷ്ട്രങ്ങൾ പോലും ഉണ്ടാവില്ല. കാരണം അറബ് രാഷ്ട്രങ്ങളുടെ ഐക്യം തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഓരോ അറബ് രാഷ്ട്രങ്ങളിലേക്കും ശത്രുക്കൾ കയറി അടിച്ചതിനെ തകർത്ത് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലസ്തീൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് തീർന്നു. അത് കഴിഞ്ഞതിന് ശേഷം ലിബിയ തീരുന്നു. ഇനി ഏത് എന്നുള്ളതാണ്. ഇപ്പോൾ ഹിസ്ബുൾ ആയിക്കഴിഞ്ഞാലും ഹൂത്തുകളായി കഴിഞ്ഞാലും ഒക്കെ തകർന്ന് തകർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആരും ചോദിക്കുന്നില്ല, വേറെ ആരും ഒരു സൈഡിൽ വരുന്നില്ല. കാരണം അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഈ ബൈപ്പോളർ പൊളിറ്റിക്സ് അവസാനിച്ചു. ബൈപ്പോളർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇരുധ്രുവ രാഷ്ട്രം, ആ ഇരുധ്രുവ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവസാനിച്ചിട്ട് കുറച്ച് കാലമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 84 സോവിയറ്റ് യൂണിയൻ ഇല്ലാതാവുന്നതോടുകൂടിയാണ് അത് അവസാനിച്ചു പോകുന്നത്. പിന്നീട് ഏക ശക്തി എന്ന് പറയുന്നത് അമേരിക്കനാണ്. ആ അമേരിക്ക ഇന്ന് അന്നത്തേക്കാളൊക്കെ വളരെ പ്രബലമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ബാലൻസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് കരുതുന്നതായ വിവേചനപരമായിട്ടുള്ള നടപടികളെടുക്കുന്ന ഒരു വെട്ടിന് രണ്ട് തുണ്ടം എന്ന തരത്തിൽ ഷാർപ്പ്നെസ് കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ട്രംപിൻ്റേത്. അതാണ് പ്രശ്നം. ട്രംപ് അപ്പുറത്തുനിന്നൊന്നും നോക്കുന്നില്ല. ട്രംപിന് ഒറ്റ കാഴ്ചയേ ഉള്ളൂ. ആ കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ കാഴ്ചയാണ്, ട്രംപിയൻ കാഴ്ചയാണ്. ആ കാഴ്ചയിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് സംഭവിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ആക്രമിച്ചാൽ ഒരുപാട് രാഷ്ട്രങ്ങളെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഒരുപാട് രാഷ്ട്രങ്ങളെ ബാധിക്കും, അവരെ സഹിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ലോകക്രമം, വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് വന്നിരിക്കുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. തീർച്ചയായും.